ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റം ആയാലോ. അപ്പോൾ ഞാനിന്ന് ഈ സംഭവമാണ് ഉണ്ടാക്കുന്നത്. ഇതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ആറാം നമ്പർ എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ബൗളിന് ഒരു 1.5 ബൗൾ മൈദപ്പൊടി എടുക്കുന്നുണ്ട്. ഞാൻ മൈദപ്പൊടി വെച്ചിട്ടാണ് ഇതെടുക്കുന്നത്. നിങ്ങൾക്കിത് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ എടുക്കണ്ട. അപ്പോൾ അതുകൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കൂലേ, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാൻ ഈ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ വെള്ളത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നോർമൽ വാട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ചപ്പാത്തി മാവ് കുഴക്കുന്ന രൂപത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ മാവ് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുക. എള്ള് നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മാവ് ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ സോഫ്റ്റായി കിട്ടണം. ഇനി ഇത് നമുക്ക് ഒരു 4 ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. പരത്താൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 4 ബോൾസ് ആക്കി മാറ്റുക. എന്നിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ മേലെ പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി പരത്തൂലേ, അതേപോലെ പരത്തിയെടുക്കുക. ആ ഒരു കട്ടിക്ക് വേണം പരത്തിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ മാവ് ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കത്തി വെച്ചിട്ട് വരഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ 6 നമ്പറിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ 6 നമ്പർ മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതിനായിട്ട് പാത്രത്തിൽ ആദ്യമായിട്ട് പൊടി ഒന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മുടെ 6 നമ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ വീണ്ടും പൊടി തൂവി കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ 6 നമ്പർ മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ അടുപ്പത്ത് വെച്ചിരുന്നു. അത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഓരോന്ന് പൊങ്ങി വരുന്നുണ്ട്. ഇത് പെട്ടെന്ന് പൊങ്ങി വരും. നമ്മൾ ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ ഇത് പൊങ്ങി വരും കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 6 നമ്പർ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് കണ്ടോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ സ്റ്റൈലിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്നും പറയുന്നത് പോലെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. നാളെ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി കാണാം.